ഡൽഹി പോലീസിന്റെ കേരള ഹൗസ് റെയ്ഡ് ദേശവ്യാപകമായി തന്നെ വലിയ പ്രതിഷേധങ്ങളാണ് ക്ഷണിച്ചു വരുത്തിയത്. ഡൽഹി കേരള ഹൗസിൽ റെയ്ഡ് നടത്തിയ നടപടി തെറ്റാണെന്നും ഡൽഹി പോലീസ് മിതത്വം പാലിക്കേണ്ടതായിരുന്നുവെന്നും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞു. അതിനകത്ത് ഡൽഹി പോലീസ് മിതത്വം പാലിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണുള്ളത്. പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രി കത്തയച്ചു. അനുവാദമില്ലാതെ അകത്ത് പരിശോധന നടത്തിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. കത്തിൽ സംസ്ഥാനത്തിന്റെ പ്രതിഷേധവും മുഖ്യമന്ത്രി രേഖപ്പെടുത്തി. വിഷയത്തിൽ നേരത്തെ റെസിഡന്റ് കമ്മീഷണറോട് മുഖ്യമന്ത്രി റിപ്പോർട്ട് തേടിയിരുന്നു. സംഘപരിവാർ ആക്രമണത്തിലും അതേ തുടർന്ന് കേരള ഹൗസിൽ ബീഫ് ഉൽപ്പന്നങ്ങൾ നൽകുന്നത് നിർത്തിവച്ച നടപടിയിലും പ്രതിഷേധിച്ച ഇടത് എംപിമാർ കേരള ഹൗസിൽ പ്രതിഷേധ ധർണ നടത്തി. മലയാളികളുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യപ്പെട്ട വിഷയത്തിൽ തണുപ്പൻ മട്ടിലാണ് മുഖ്യമന്ത്രി പ്രതികരിച്ചതെന്ന് ധർണയ്ക്കിടെ കേരള ഹൗസിലെത്തിയ പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രിയെ നേരിട്ട് പ്രതിഷേധം അറിയിക്കേണ്ടതായിരുന്നുവെന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള RSS വിധേയത്വമാണ് ഉമ്മൻചാണ്ടി കാണിക്കുന്നതെന്നും പിണറായി പറഞ്ഞു. ഫെഡറൽ തത്വം ലംഘിച്ചുകൊണ്ട് ഇവിടത്തേക്ക് പോലീസിനെ അയക്കാൻ BJP സർക്കാർ തയ്യാറായത് കേരള മുഖ്യമന്ത്രി തങ്ങളുടെ പോക്കറ്റിൽ ഒതുങ്ങി നിൽക്കുന്നയാളാണ് എന്ന് എങ്ങനെ നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ധരിക്കാനിടയായി. കേരള ഹൗസിന് ഡൽഹിയിലെ നിയമമാണ് ബാധകമായതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ V മുരളീധരൻ പ്രതികരിച്ചു. മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് ഒരന്വേഷണവുമില്ലാതെ ഈ തരത്തിലുള്ള പ്രതികരണം അത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനത്തിരിക്കുന്ന ആൾക്ക് ഭൂഷണമല്ല. കാളപെട്ടെന്ന് കേട്ടപ്പോൾ കയറെടുത്ത മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു. ഡൽഹി മലയാളികളുടെ വിവിധ സംഘടനകൾ നാളെ വൈകിട്ട് കേരള ഹൗസിന് മുന്നിൽ മനുഷ്യമതിൽ തീർത്ത് പ്രതിഷേധിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 ഡൽഹി.